ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് സർഫസ് കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കാറ്റാലിസിസ് ആണ്. അതായത് എൻസൈം കാറ്റാലിസിസിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്. അപ്പോൾ കുറച്ച് 4-5 പോയിൻ്റ് നോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഒന്നാമത്തെ നമുക്കറിയുന്നത് പോലെ തന്നെ മോസ്റ്റ് ഹൈലി എഫിഷ്യൻ്റ് ആണ്. മോസ്റ്റ് ഹൈലി എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മോളിക്യൂൾ മതി പിന്നീട് അവിടെ നിന്ന് മില്യൺസ് ഓഫ് മോളിക്യൂൾസിൻ്റെ റിയാക്ഷൻ നടത്താനായിട്ട്. അപ്പോൾ അത് ഒരു ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്, മോസ്റ്റ് ഹൈലി എഫിഷ്യൻറ്റ്. അത്രമാത്രം എഴുതിയാലും മതി കേട്ടോ, മോസ്റ്റ് ഹൈലി എഫിഷ്യൻറ്റ്. എങ്ങനെയാണ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എൻസൈംസ് ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? ബൈ ലോവറിങ് ആക്ടിവേഷൻ എനർജി. അതും എക്സാമിന് ചോദിക്കാറുണ്ട്. ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട്. ആക്ടിവേഷൻ എനർജി നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ പഠിച്ചു, ഒരു കുന്നു പോലെയാണ് കാണുന്നത്. പക്ഷേ കാറ്റലിസ്റ്റോ എൻസൈമോ വന്നു കഴിഞ്ഞാൽ ആ കുന്നിനെ നിരപ്പാക്കി കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ബൈ ലോവറിങ് ആക്ടിവേഷൻ എനർജിയാണ് അവിടെ നടക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. ഹൈലി സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക റിയാക്ഷന് ഉപയോഗിക്കുന്ന എൻസൈം ആ ഒരു റിയാക്ഷന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നിനും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതാണ് ഹൈലി സ്പെസിഫിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മാത്രമാണ് അത് ആക്റ്റീവ് ആവുള്ളൂ. ഹൈലി ആക്റ്റീവ് അറ്റ് ഒപ്റ്റിമം ടെമ്പറേച്ചർ, അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ മാത്രമാണ് എൻസൈം വർക്ക് ചെയ്യുള്ളൂ. സാധാരണഗതിയിൽ ഒപ്റ്റിമം ടെമ്പറേച്ചറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 298 മുതൽ 310 വരെയാണ്. അതുപോലെ തന്നെ ഹൈലി ആക്റ്റീവ് അണ്ടർ ഒപ്റ്റിമം pH, ഒരു പ്രത്യേക pHൽ മാത്രമാണ് നമ്മളുടെ എൻസൈം വർക്ക് ചെയ്യുള്ളൂ. pH വാല്യൂ എന്ന് പറയുന്നത് 5-ൻ്റെയും 7-ൻ്റെയും ഇടയിലാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻക്രീസിങ് ആക്ടിവിറ്റി ഇൻ ദ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ കോ എൻസൈംസ്, അതായത് എൻസൈമിൻ്റെ ആക്ടിവിറ്റി എപ്പോഴും കൂടാൻ ചാൻസ് ഉള്ളത് എപ്പോഴും ആക്ടിവേറ്റേഴ്സോ കോ എൻസൈംസോ ഉള്ളതാണ്. അതായത് ഈ എൻസൈമറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസസ് ഇൻ ദ പ്രസൻസ് ഓഫ് സെർട്ടൈൻ സബ്സ്റ്റൻസ്, അതായത് ചില പ്രോട്ടീൻ്റെ നോൺ പ്രോട്ടീൻ ഭാഗങ്ങൾ, വൈറ്റമിൻ എ, കെ, ബി അങ്ങനെയുള്ള വൈറ്റമിൻസൊക്കെ നമ്മളുടെ ആക്ടിവേറ്റേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ കോ എൻസൈംസും ഉണ്ട്. കോ എൻസൈംസ് എന്ന് പറഞ്ഞാൽ എൻസൈമിൻ്റെ കൂടെ ഉള്ളത്, അത് എൻസൈമിൻ്റെ റിയാക്ഷൻ്റെ ആക്ടിവിറ്റി കൂട്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ ബൈൻഡിങ് സൈറ്റ് ഉണ്ടായിരിക്കും, അതായത് സോഡിയം N+, Mn2+, Cobalt2+, Cu2+, അതൊക്കെ ഒരു മെറ്റൽ ബൈൻഡിങ് സൈറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു സബ്സ്ട്രേറ്റ്, അതുപോലെ തന്നെ ഇനാക്റ്റീവായിട്ടുള്ള സൈറ്റ് ഉണ്ടാവും, ആക്റ്റീവായിട്ടുള്ള സൈറ്റ് ഉണ്ടാവും. അതൊക്കെ എൻസൈമിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇനി അപ്പോൾ എൻസൈംസിൻ്റെ ആ ഒരു പ്രത്യേകതകൾ ഒറ്റ ഒരു ചാർട്ടിൽ കുറച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഹൈലി എഫിഷ്യൻ്റ് ആണ്, ഹൈലി സ്പെസിഫിക് ആണ്, ഹൈലി ആക്റ്റീവ് അണ്ടർ ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഹൈലി ആക്റ്റീവ് അണ്ടർ ഒപ്റ്റിമം pH. പിന്നെ ആക്ടിവിറ്റേഴ്സ് കോ എൻസൈംസ് വരുമ്പോൾ ആക്ടിവിറ്റി കൂടും, പോയ്സൺസ് ഇൻഹിബിറ്റേഴ്സ് വരുമ്പോൾ ആക്ടിവിറ്റി കുറയും. ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം എന്ന് പറയുമ്പോൾ. ഇനി അതിൻ്റെ മെക്കാനിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതത്ര ലോക്ക് ആൻഡ് കീ മെക്കാനിസമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കേട്ടോ. ഇനി നമ്മളിവിടെ മിക്സ്ചേഴ്സ്, സർഫസ് കെമിസ്ട്രിയുടെ അടുത്തൊരു സെഷനാണ് മിക്സ്ചേഴ്സ്. മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോമോജീനസ് മിക്സ്ചേഴ്സ് ഉണ്ട്, ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സ് ഉണ്ട്. ഹോമോജീനസ് എന്ന് പറയുമ്പോൾ ട്രൂ സൊല്യൂഷൻ എല്ലായിടത്തും ഒരുപോലെ അല്ലേ, അതാണ് ഹോമോജീനസ് മിക്സ്ചർ. ഹെറ്ററോജീനസ് എന്ന് പറയുമ്പോഴോ അതിൽ പാർട്ടിക്കിൾ സൈസൊക്കെ ഡിഫറെൻ്റ് ആണ്. 2 തരത്തിലുള്ള പാർട്ടിക്കിളിനെയൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹെറ്ററോജീനസ് സൊല്യൂഷനിൽ തന്നെ 2 കാറ്റഗറിയാണുള്ളത്. അതാണ് ടീച്ചർ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ. കൊളോയിഡും സസ്പെൻഷനും ഉണ്ട്. അതായത് കൊളോയിഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. ആ ട്രൂ സൊല്യൂഷൻ്റെയും സസ്പെൻഷൻ്റെയും ഇടയിൽ വരുന്നതാണ് കൊളോയിഡ്. സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ പാർട്ടിക്കിൾ സോളിഡ് പാർട്ടിക്കിൾ ത്രൂ ഔട്ട് സ്പ്രെഡായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൊളോയിഡ് എന്ന് പറയുന്നത് എന്താണ്, ട്രൂ സൊല്യൂഷനും അല്ല എന്നാൽ സസ്പെൻഷനും അല്ല, അങ്ങനെയാണ് കൊളോയിഡ് വരുന്നത്. അപ്പോൾ കൊളോയിഡ് എന്താണ്, ട്രൂ സൊല്യൂഷൻ ഇവിടെ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് കണ്ട സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത എന്താണ് ട്രൂ സൊല്യൂഷനാണ്. അതേസമയം കൊളോയിഡ് നോക്കിയേ, കൊളോയിഡിൽ കണ്ട പാർട്ടിക്കിൾ ഉണ്ട്, സ്റ്റാർച്ച് പ്ലസ് വാട്ടർ അതൊരു എക്സാമ്പിളാണ്. എന്നാൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് സാൻഡ് പ്ലസ് വാട്ടറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൊളോയിഡാണ്. അപ്പോൾ ഈ കൊളോയിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രൂ സൊല്യൂഷൻ്റെയും അതുപോലെ തന്നെ ഏതിൻ്റെയും സസ്പെൻഷൻ്റെയും ഇടയിൽ കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി കൊളോയിഡിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ ഞാൻ പറയാം. ട്രൂ സൊല്യൂഷൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ അത് ഹോമോജീനസ് ആണ്. പിന്നെ 10⁻⁷ സെൻറ്റിമീറ്റർ ആണ് പാർട്ടിക്കിൾ സൈസൊക്കെ വരുന്നത്. അല്ലെങ്കിൽ 10⁻⁹ മീറ്റർ, അതല്ലെങ്കിൽ നമുക്ക് 1 നാനോമീറ്റർ അല്ലെങ്കിൽ 10 ആംസ്ട്രോങ്, അതിനേക്കാളൊക്കെ ചെറുതാണ്. പിന്നെ ട്രാൻസ്പെറൻ്റ് ആണ്. സൊല്യൂട്ട് പാർട്ടിക്കിൾ ഡു നോട്ട് സെറ്റിൽ ഡൗൺ, സ്റ്റേബിൾ ആണ്, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. പിന്നെ പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യും, ഫിൽറ്റർ പേപ്പറിലൂടെ കടന്നു പോവും. അതൊക്കെയാണ് ട്രൂ സൊല്യൂഷൻ്റെ. ഇനി കൊളോയിഡിൻ്റെ ഹെറ്ററോജീനസ് ആണ് കൊളോയിഡ്. പിന്നെ ഈ 1 to 1000 നാനോമീറ്ററിൻ്റെ ഇടയിലാണ് പാർട്ടിക്കിൾ സൈസ് വരുന്നത്. അത് പല യൂണിറ്റിലും കാണിച്ചു എന്നുള്ളൂ, 1 to 1000 നാനോമീറ്ററിൻ്റെ ഇടയിൽ. പിന്നെ ട്രാൻസ്ക്യുലൻസൻ്റ് ആണ്. പിന്നെ സൊല്യൂട്ട് പാർട്ടിക്കിൾ എന്താണ്, സെറ്റിൽ ഡൗൺ, ഡു നോട്ട് സെറ്റിൽ ഡൗൺ ആണ്. പിന്നെ ചിലപ്പോൾ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും, വളരെ സ്ലോലിയാണ് ഡിഫ്യൂസ് ചെയ്യുള്ളൂ, ഫിൽറ്റർ പേപ്പറിലൂടെ ചിലപ്പോൾ കടന്നു പോവാം. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾ സൈസൊക്കെ വളരെ കൂടുതലാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊല്യൂട്ട് പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ചെയ്യും, പിന്നെ ഡിഫ്യൂസ് ചെയ്യില്ല, ഫിൽറ്റർ പേപ്പറിലൂടെ കടന്നു പോവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് കൊളോയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, കൊളോയിഡ് ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. അപ്പോൾ ട്രൂ സൊല്യൂഷൻ്റെയും സസ്പെൻഷൻ്റെയും ഇടയിലുള്ള ആ ഒരു ഇൻ്റർമീഡിയറ്റിനെയാണ് കൊളോയിഡ് എന്ന് പറയുന്നത്. ഇനി കൊളോയിഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സൊല്യൂഷൻ പഠിക്കുമ്പോൾ പഠിച്ചു അല്ലേ, സൊല്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്, സൊല്യൂഷനിൽ 2 കമ്പോണൻ്റ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 2 കമ്പോണൻ്റ്, സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ്. അതുപോലെ നമ്മുടെ കൊളോയിഡിലും 2 കമ്പോണൻ്റ് ഉണ്ട്, ഡിസ്പേഴ്സഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം എന്നാണ് അതിന് പറയുക. ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കണ്ട നമ്മളൊരു ബീക്കറിൽ ഒരു കൊളോയിഡ് എടുത്തിട്ടുണ്ട് അല്ലേ, ആ കൊളോയിഡിലെ പാർട്ടിക്കിൾ കാണാമല്ലോ, ആ ബ്ലൂ കളറിലുള്ളതാണ് പാർട്ടിക്കിൾ. അതിനെയാണ് നമ്മൾ ഡിസ്പേഴ്സഡ് ഫേസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സൊല്യൂട്ട് പോലെ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ എ സ്മോൾ എമൗണ്ട്. അതേസമയം ഏതിലാണോ ഡിസോൾവ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. അതായത് കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ എ ലാർജ് എമൗണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡിസ്പേഴ്സ്ഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് അതിനെയാണ് ഡിസ്പേഴ്സഡ് ഫേസ് എന്ന് പറയുന്നത്. ദ മീഡിയം ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ആർ ഡിസ്പേഴ്സ്ഡ്, ഏത് മീഡിയത്തിലാണോ പാർട്ടിക്കിൾ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊളോയിഡ് എന്ന് പറയുന്നത്, ഡിസ്പേഴ്സഡ് ഫേസ് പ്ലസ് ഡിസ്പേർഷൻ മീഡിയം. ഇനി കൊളോയിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 രീതിയിലാണ് നമ്മൾ കൊളോയിഡിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന്, ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചിട്ട് ഡിസ്പേഴ്സഡ് ഫേസ് സോളിഡ് ആണോ ലിക്വിഡ് ആണോ അങ്ങനെ നോക്കിയിട്ട്. രണ്ടാമത്തത് നേച്ചർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. അതായത് ഡിസ്പേഴ്സഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ബേസിൽ കൊളോയിഡിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾ ഓഫ് ദ ഡിസ്പേഴ്സഡ് ഫേസ്. ഡിസ്പേഴ്സഡ് ഫേസിലുള്ള പാർട്ടിക്കിളിൻ്റെ ടൈപ്പിന്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പറയാം ഏതാണ് സോളിഡ് ലിക്വിഡ് നോക്കിയിട്ട്, രണ്ടാമത്തേൽ ഇൻട്രാക്ഷൻ നോക്കിയിട്ട്, മൂന്നാമത്തേൽ നമ്മൾ പറയുന്നത് എന്താണ്, ഇൻട്രാക്ഷൻ കഴിഞ്ഞു. ഒരു സെക്കൻഡ്, നമ്മൾ അതൊന്ന് ലീവ് ചെയ്ത് പോയി.
ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം ആൻഡ് ദി ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദ ഡിസ്പേഴ്സഡ് ഫേസ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അതായത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ്. അതായത് ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്പേഴ്സഡ് ഫേസ് സോളിഡ്, ഡിസ്പെർഷൻ മീഡിയം സോളിഡ്, അപ്പോൾ ടൈപ്പ് ഓഫ് കൊളോയിഡ് സോളിഡ്. അപ്പോൾ സം കളേർഡ് ഗ്ലാസ് ഒക്കെയാണ് അതിൽ പറയുന്നത്. രണ്ടാമത്തത് ഡിസ്പേഴ്സഡ് ഫേസ് സോളിഡ്, മീഡിയം ലിക്വിഡ്. അപ്പോൾ കിട്ടുന്നതാണ് സോൾ എന്ന് പറയും, പെയിൻറ്റ്, സെല്ല്, ഫ്ലൂയിഡ്സ്. മൂന്നാമത്തത് ഡിസ്പേഴ്സഡ് ഫേസ് സോളിഡ്, പിന്നെ ഡിസ്പെർഷൻ മീഡിയം ഗ്യാസ്, അപ്പോൾ എയറോസോൾ, സ്മോക്ക്, ഡസ്റ്റ്. അങ്ങനെ ഓരോ എക്സാമ്പിൾ. രണ്ടും ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ഇമൽഷൻ എന്ന് പറയും. അതായത് ഡിസ്പേഴ്സഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും. അതിന് എക്സാമ്പിൾ മിൽക്ക്, ഹെയർ ക്രീമൊക്കെ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഗ്യാസ് എന്താണ് എങ്ങനെ വരുന്നു എന്നുള്ളത് കണ്ടോ. ഇവിടെ വളരെ നൈസായിട്ട് വളരെ വണ്ടർഫുള്ളായിട്ടുള്ള കൊളോയിഡ്സിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പെയിൻറ്റ്, ജെല്ല് ഒക്കെ നല്ല രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. ക്ലൗഡ്സ്, അതുപോലെ തന്നെ ഐസ്ക്രീം, അതുപോലെ ഈ ഒരു സോളിഡ് സോള്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ എന്താണ് ടൈപ്സ് ഓഫ് കൊളോയിഡൽ സിസ്റ്റം ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഡിസ്പേഴ്സഡ് ഫേസ്. ഡിസ്പെർഷൻ മീഡിയം എയർ, അപ്പോൾ നെയിം ഓഫ് കൊളോയിഡ് എന്താണ്? എയറോസോൾ. ഡിസ്പെർഷൻ മീഡിയം വാട്ടർ ആകുമ്പോൾ ഹൈഡ്രോസോൾ. ഡിസ്പെർഷൻ മീഡിയം ബെൻസീൻ ആകുമ്പോൾ ബെൻസോസോൾ. ഡിസ്പെർഷൻ മീഡിയം ആൽക്കഹോൾ ആകുമ്പോൾ ആൽക്കസോൾ. അങ്ങനെ നമ്മളത് പറയുന്നു മാത്രം. അപ്പോൾ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.